അടുത്ത ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ശനി വന്നിട്ട് 12-ലും രാഹു വന്നിട്ട് 3-ൽ നിൽക്കണം കൊണ്ട് നിങ്ങൾക്ക് ഈ വർഷം എല്ലാ കാര്യങ്ങളും വൈകിയേ നടക്കുള്ളൂ. ചിലപ്പോൾ നടന്നില്ല എന്നും വരും. ഒരു ഭാഗ്യമില്ലാത്ത വർഷം തന്നെ നിങ്ങൾക്ക് എന്തായാലും പറയാവുന്നതാണ്. അതുപോലെ പൊതുരംഗത്തുള്ളവർ മത്സരാധിഷ്ഠിതം കൂടുക ചെയ്യുള്ളൂ. അതിലൊക്കെ കൂടുതലും വൈകിയാലും വിജയം വരും. ചിലപ്പോൾ എന്തായാലും ആദ്യം എന്തായാലും ഒരു തോൽവി മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അതുപോലെ ധനനഷ്ടം വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ തൊഴിൽ രംഗത്തായാലും ബിസിനസ് രംഗത്തായാലും ശത്രുക്കളുണ്ടെങ്കിൽ അവരെ പ്രതിരോധിക്കാൻ ഭയങ്കരമായിട്ട് ഊർജം ഒരുപാട് നിങ്ങൾക്ക് ചിലവാകും. മാർച്ച് മാസത്തിൽ കുറച്ച് ജന്മശനികാലം ആരംഭിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കത് ഗുണമുണ്ടാവുള്ളൂ. കാരണം നിങ്ങൾക്ക് ഈ വൈകിപ്പോയ കാര്യങ്ങളും അതുപോലെ ഇപ്പോൾ 2024 നിങ്ങൾക്ക് നിർത്തിയിട്ട കാര്യങ്ങളൊക്കെ ഈ മാർച്ച് മാസത്തിന് ശേഷം എന്തായാലും നടക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഗൃഹനിർമ്മാണമൊക്കെ നിങ്ങളുടെ ചിലപ്പോൾ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നടക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ധനം വൈകിയുണ്ടെങ്കിൽ, ധനം ഇപ്പോൾ നിൽക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും കിട്ടാക്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെന്തായാലും മാർച്ചിന് ശേഷം കിട്ടും. പക്ഷെ കൊടുക്കാനുണ്ടെങ്കിൽ മാർച്ചിന് ശേഷം എന്തായാലും കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് കിട്ടാനുള്ളത് എന്തായാലും കിട്ടുകയും ചെയ്യും, പോകാനുള്ളതെല്ലാം പോവുകയും ചെയ്യും. അതാണ് ശനിയുടെ പ്രശ്നം. ഈ മാർച്ച് മാസത്തിന് ശേഷം വല്ല ലോൺ എടുക്കാൻ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നിങ്ങൾക്ക് സാങ്ഷൻ ആവുന്നതാണ്. അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. അതെന്തായാലും മാർച്ച് മാസത്തിന് ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതെന്തായാലും മെച്ചപ്പെടും. അത് ഉറപ്പുള്ള ഒരു കാര്യം. വ്യാഴവും രാഹുവിൻ്റെ ഗ്രഹങ്ങളുടെയൊക്കെ മാറ്റം അനുസരിച്ചിട്ട് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും മനസ്സുഖം ഉണ്ടാവും. അതുപോലെ വിദേശ പണം അനുഭവിക്കാൻ നിങ്ങൾക്ക് നല്ല യോഗ്യത എന്തായാലും ഉണ്ട്. പക്ഷെ പണം എന്തായാലും കുമിഞ്ഞു കൂടുമൊന്നുമില്ല. പക്ഷെ മനസ്സമാധാനത്തിനും കാര്യങ്ങൾ നടന്നു പോകാനുള്ള പണം എന്തായാലും നിങ്ങൾക്ക് അവസാനത്തെ 6 മാസത്തിൽ നിങ്ങൾക്കുണ്ടാവും. അത് 2026 മാർച്ച് വരെയും അത് നീളുന്നതായിരിക്കും. ഒരു വർഷത്തിലെ കാര്യമായതും കൊണ്ടാണ് അധികം ഡീറ്റെയിൽ ഇല്ലാണ്ട് ഞാൻ പറയുന്നത്. അടുത്ത വീഡിയോയിൽ ഓരോ മാസത്തിലും നിങ്ങളുടെ മാസഫലം പറയുന്നതാണ്. അപ്പോൾ അതിൽ ഒരു മാസത്തിൽ എന്തൊക്കെ നടക്കുന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ വേറൊരു ചാനലിൽ ഡാർക്ക് സൈക്കോളജിനെ പറ്റിയിട്ട് പറഞ്ഞും കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു ആസ്ട്രോളജർ ആണോ എന്ന് ചോദിച്ചാൽ ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജർ അല്ല. ഞാൻ കുറേ ആസ്ട്രോൻ്റെ പുസ്തകം വായിച്ചതും കേട്ടറിവും ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനാണ് യൂസ് ചെയ്തത്. അതുപോലെ എൻ്റെ ഫാമിലി, ഫ്രണ്ട്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവരപ്പോൾ വിശ്വസിച്ചില്ലെങ്കിലും പിന്നെ അവർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പറഞ്ഞ കാര്യം അത് ശരിയായി എന്നുള്ളത് അവർ പറഞ്ഞു. അപ്പോഴാണ് നീ ഇത് യൂട്യൂബിൽ വീഡിയോ ചെയ്തുകൂടെ എന്ന് അവർ റെക്കമെൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഈ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എല്ലാവർക്കും വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കാമെന്ന് ഞാനും കരുതി. പിന്നെ കൂടുതൽ ഡീറ്റെയിലിംഗ് വേണ്ടവർ മാത്രം വിളിച്ചാൽ മതി എന്നുള്ളത് ഒരു തീരുമാനത്തിൽ ഞാൻ എത്താൻ തുടങ്ങി. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നത്.